ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയിലത്തെ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും രസകരമായിട്ടുള്ള ഒരു പരസ്യവാചകമാണ് 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റാകുമെന്ന്. പക്ഷേ ആ പരസ്യം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു പൂർത്തീകരണം വരണം എന്നുണ്ടെങ്കിൽ 21ാമത്തെ വയസ്സിൽ നിങ്ങളുടെ ലൈഫ് സെറ്റാകും, അതല്ലെങ്കിൽ അതിനുശേഷം വട്ടാകും എന്നും കൂടി ആ ഒരു പരസ്യത്തിൻ്റെ ഒരു പൂർണ്ണത വരുത്താൻ വേണ്ടിയിട്ട് അതിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരുടെ സിഗ്നേറ്ററിക്കുള്ള ഒരു വാല്യൂ, ആ ഒരു വാല്യൂ ലീഗലി ഒരു ACCA ഓഡിറ്റർക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ACCA കോഴ്സിന് പഠിക്കാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഫീസ് മേടിക്കുന്ന എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം 1.5 ലക്ഷം രൂപ മുതൽ 3.5 ലക്ഷം രൂപ വരെയാണ് ഇവിടെ പരിശീലന ഫീസ്, അതായത് കോച്ചിങ് ഫീസായിട്ട് ഇപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ACCയുടെ എക്സാം ഫീസ് എന്ന് പറയുന്നത് ഒരു പേപ്പറിന് 170 മുതൽ 180 വരെ യൂറോയാണ് വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ചിലർക്കൊക്കെ അത് ഊളത്തരമായിട്ട് തോന്നിയേക്കാം, ചിലർക്കത് നല്ലതായിട്ട് തോന്നിയേക്കാം, ചിലർക്കത് മോശമായിട്ട് തോന്നിയേക്കാം. അത് പ്രേക്ഷകരുടെ ഓരോ വിവേചനാധികാരത്തിന് നമ്മൾ വിട്ടുതരുന്ന ഒരു കാര്യമാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും രസകരമായിട്ടുള്ള ഒരു പരസ്യവാചകമാണ് 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റാകുമെന്ന്. പക്ഷേ ആ പരസ്യം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു പൂർത്തീകരണം വരണം എന്നുണ്ടെങ്കിൽ 21ാമത്തെ വയസ്സിൽ നിങ്ങളുടെ ലൈഫ് സെറ്റാകും, അതല്ലെങ്കിൽ അതിനുശേഷം വട്ടാകും എന്നും കൂടി ആ ഒരു പരസ്യത്തിൻ്റെ ഒരു പൂർണ്ണത വരുത്താൻ വേണ്ടിയിട്ട് അതിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതായത് ACCA എന്ന് പറയുന്നത് എന്തോ വലിയൊരു കോഴ്സാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. പല വിദ്യാർത്ഥികളും ഈ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ കണ്ടിട്ട്, ഈ പരസ്യവാചകം കണ്ടിട്ട്, അത് പറയുന്നത് മലയാളത്തിൻ്റെ സൂപ്പർ നായകനാണ്, നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട നായകനാണ് ഈ ഒരു പരസ്യവാചകം പറയുന്നത്. അതോടുകൂടി കുട്ടികളെല്ലാം അതിലേക്ക് പെട്ടെന്ന് ആകൃഷ്ടരാകും. അതുകൂടാതെ തന്നെ നമ്മുടെ മാതാപിതാക്കന്മാരാണെങ്കിലും സ്വാഭാവികമായിട്ട് 21ാമത്തെ വയസ്സിൽ എൻ്റെ മകൻ്റെ ലൈഫ് സെറ്റാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ല. തീർച്ചയായിട്ടും അങ്ങോട്ട് ആ ഒരു കോഴ്സ് ചേരാൻ വേണ്ടിയുള്ള ഒരു ഒഴുക്കായിരിക്കും. പക്ഷേ നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ACCA ആൻഡ് CA എന്താണെന്നും ACCA എന്താണെന്നും നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടതുണ്ട്. ACCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്, അത് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ഏജൻസി നടത്തുന്ന ഒരു എക്സാമാണ്. അതായത് അക്കൗണ്ടന്റുമാരെ സർട്ടിഫൈ ചെയ്യുന്ന അക്രഡിറ്റേഷൻ ബോഡിയാണ് ഈ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ടാക്സേഷന്, ഓഡിറ്റ് ആൻഡ് അഷ്വറൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർഷിപ്പ്, സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. ഇനി ഈ ACCA കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാം എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരുടെ സിഗ്നേറ്ററിക്കുള്ള ഒരു വാല്യൂ, ആ ഒരു വാല്യൂ ലീഗലി ഒരു ACCA ഓഡിറ്റർക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ACCA കോഴ്സിന് പഠിക്കാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടൻ്റായിട്ട് അവർക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റും, ടാക്സ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഇൻറ്റേർണൽ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, റിസ്ക് ആൻഡ് കംപ്ലയൻസിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അനലൈസിസിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ബിഗ് ഫോർ ഫേം, അതായത് വലിയ വലിയ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യാൻ, പിന്നെ MNC ഫിനാൻസ് റോൾസിലൊക്കെ ഈ ACCA പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 12ാം ക്ലാസ് കഴിയുന്ന ഒരു വിദ്യാർത്ഥി ഒരു ACCA കോഴ്സിന് ചേരുകയാണ് എന്നുണ്ടെങ്കിൽ അവരത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എത്ര വർഷം എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 to 4 years വരെയാണ് എടുക്കുന്നത്. അതായത് 18ാമത്തെ വയസ്സിൽ +2 പൂർത്തിയാകുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് 3 to 4 years കൊണ്ട് ആ കോഴ്സ് ACCA കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി അവന് വലിയ സാലറിയിൽ ജോലിക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ പരസ്യവാചകം കൊണ്ട് ആ സ്ഥാപനം ഉദ്ദേശിക്കുന്നത്. പക്ഷേ എങ്കിൽ ഈ സ്ഥാപനം എത്രത്തോളം തുകയാണ് ഈ പറഞ്ഞ ഒരു ACCയുടെ കോഴ്സ്, അതൊരു പരിശീലനം മാത്രമാണ്. അതായത് ഈ ACCA എന്ന് പറയുന്ന അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്, അവരുടെ ആ ഒരു അക്രഡിറ്റേഷൻ ബോഡിയുടെ സിലബസ് പ്രകാരം അല്ലെങ്കിൽ അവരുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം മാത്രമാണ് ഞാൻ പറഞ്ഞ ഈ പരസ്യവാചകമുള്ള സ്ഥലത്ത് നടക്കുന്നത്. ഇവിടെ ഫീസ് മേടിക്കുന്ന എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം 1.5 ലക്ഷം രൂപ മുതൽ 3.5 ലക്ഷം രൂപ വരെയാണ് ഇവിടെ പരിശീലന ഫീസ്, അതായത് കോച്ചിങ് ഫീസായിട്ട്
ഇപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പുറമെ മറ്റു ഫീസുകൾ കൂടി വരുന്നുണ്ട്. ഇതിന് പുറമെ വരുന്ന മറ്റു ഫീസുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്ക് ACCയുടെ എക്സാം ഫീസ് എന്ന് പറയുന്നത് ഒരു പേപ്പറിന് 170 മുതൽ 180 വരെ യൂറോയാണ് വരുന്നത്. അതായത് അപ്ലൈഡ് സ്കിൽസ് എന്ന് പറയുന്ന പേപ്പറിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രാറ്റജിക്കൽ പ്രൊഫഷണൽ വരുമ്പോഴത്തേക്ക് ഏകദേശം 270 മുതൽ 290 വരെ വരുന്നുണ്ട്. അതായത് 18,000 മുതൽ 32,000 രൂപ വരെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ മണിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ACCA എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് തറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, ACCA പഠിക്കുന്ന ഒരാൾ ഒരു കാരണവശാലും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുന്നില്ല. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയിലത്തെ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഇതിന്റെ വിജയ ശതമാനം എത്രയാണ് എന്ന് നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ACCയുടെ വിജയ ശതമാനവും പരിശോധിക്കേണ്ടതുണ്ട്, അതോടൊപ്പം തന്നെ CAയുടെ വിജയ ശതമാനവും പരിശോധിക്കേണ്ടതുണ്ട്. CAയുടെ വളരെ നാമമാത്രമായിട്ടൊരു വിജയ ശതമാനം മാത്രമാണ് നാഷണൽ ലെവലിൽ തന്നെ ഉള്ളത്. അതുകൂടാതെ ACCയുടെ വിജയ ശതമാനം എന്ന് പറയുമ്പോഴത്തേക്ക് 40% എബവ് ആയിട്ട് കേരളത്തിലുണ്ട്. പക്ഷേ ഇതിനകത്ത് വിദ്യാഭ്യാസ വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു പരസ്യം വന്നിരിക്കുകയാണ്. അതായത് 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റാകും എന്ന് പറഞ്ഞുകൊണ്ട് എത്ര വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ 21ാമത്തെ വയസ്സിൽ ഈ ACCയുടെ എക്സാം എഴുതി പാസ്സായിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് 3 വർഷത്തിനുള്ളിൽ തന്നെ എഴുതി പാസ്സായിട്ടുണ്ട് എന്നുള്ളൊരു കണക്ക് ഈ സ്ഥാപനമെങ്കിലും പുറത്തുവിടാൻ വേണ്ടി തയ്യാറാവണം. ഏതാനും വിജയിച്ച ചില വിദ്യാർത്ഥികൾ, അതായത് ഒരു 10,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ഏകദേശം 100 വിദ്യാർത്ഥികൾ വിജയിച്ചു കഴിഞ്ഞാൽ ആ 100 വിദ്യാർത്ഥികളുടെ വിജയത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ചെയ്യും. ഈ പരസ്യങ്ങളിൽ ആകൃഷ്ടരാകുന്ന നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഈ സ്ഥാപനങ്ങളിലേക്ക് ഒഴുകും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ് ഈ പറഞ്ഞ സ്ഥാപനം എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില പ്രേക്ഷകന്മാരുണ്ടാവും, ചില നെഗറ്റീവ് പഠിക്കുന്ന ആളുകളുണ്ടാവും, അതല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർ വന്നതിന് ഈ വീഡിയോക്കിടയിൽ കമൻറ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേട്ടൻ അവിടെ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് പരസ്യം ചോദിച്ചു, ആ പരസ്യം തരാത്തത് കൊണ്ടല്ല നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്നുകൊണ്ടായിരിക്കാം. അത് ഒരിക്കലുമല്ല. കാരണം ഇതിനകത്തുള്ള ഒരു യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, +2 കഴിഞ്ഞ ഒരു കുട്ടി എനിക്കുണ്ട്. കാരണം അനേകം മാതാപിതാക്കന്മാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മളുടെ അടുക്കൽ പല പല കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ഈ കോഴ്സിനെ പറ്റി സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ കോഴ്സ് നല്ലതാണ്, മികച്ച കോഴ്സാണ്, ഞാൻ ഈ കോഴ്സിനെ ഒരിക്കലും തള്ളി പറയില്ല. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വസ്തുത മനസ്സിലാക്കാതെ കൃത്യം 3 വർഷം കഴിയുമ്പോൾ തന്നെ തൻ്റെ കുട്ടിക്ക് ₹1,00,000 ശമ്പളത്തിൽ ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസോടുകൂടി ഈ പറയുന്ന വിദ്യാർത്ഥികൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സമീപിക്കുകയും ആ പഠിച്ചിറങ്ങിയതിന് ശേഷം, ഇത് കൂടാതെ ഈ ഓരോ പേപ്പറും ഓരോ വർഷവും എഴുതിയെടുക്കണമെങ്കിൽ വലിയ തുക വരുന്നുണ്ട്. ഒരു പേപ്പർ ഒറ്റ പ്രാവശ്യം എഴുതി എന്നുകൊണ്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ നാട്ടിലെ BCom ഒക്കെ പഠിക്കുന്ന പോലെയല്ല. നേരത്തെ ഇവിടെ CAക്ക് പോയിക്കൊണ്ടിരുന്ന കാര്യം വെച്ചാൽ BCom കഴിയും, BCom കഴിഞ്ഞതിന് ശേഷമാണ് CA എഴുതി പാസ്സാവുന്നത്. അത് അത്രയും അക്കൗണ്ടിങ്ങിനോടൊക്കെ അത്രയും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പഠനം, ഒരു വിദ്യാഭ്യാസ നിരീക്ഷകൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം, അദ്ദേഹം ഈ അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പരസ്യം കണ്ടതിന് ശേഷം സയന്റിഫിക്കൽ റിസർച്ച് ഒക്കെ നടത്താൻ ശേഷിയുള്ള പല വിദ്യാർത്ഥികളും ഈ പരസ്യത്തിൽ ആകർഷകരായിട്ട് ഈ അക്കൗണ്ടിങ് കോഴ്സ് തിരഞ്ഞെടുക്കുകയാണ്. ഈ അക്കൗണ്ടിങ് കോഴ്സ് തിരഞ്ഞെടുത്തതിന് ശേഷം അവർക്ക് ഇടയ്ക്ക് വെച്ച് ഈ കോഴ്സ് നിർത്തിപ്പോരേണ്ട ഗതികേടുണ്ടാവുന്നു. നമ്മുടെ രാജ്യത്തിന് തന്നെ ഈ സയൻസ് മേഖലകളിലേക്കൊക്കെ തിരിഞ്ഞ് അവിടെ ഒരുപാട് സംഭാവനകൾ നൽകാൻ സാധിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ എന്താ വെച്ചാൽ ഈ ഒരു പരസ്യം, അത് 21ാമത്തെ വയസ്സിൽ നിങ്ങളുടെ ലൈഫ് സെറ്റാവുന്നു. എങ്ങനെ സെറ്റാവുമെന്നാണ് പറയുന്നത്? ഞാൻ പറയുന്നത് ഈ പരസ്യം നൽകുന്ന സ്ഥാപനത്തിനോട് തന്നെ സംസ്ഥാന സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ആവശ്യപ്പെടേണ്ടത്, നിങ്ങളുടെ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന എത്ര വിദ്യാർത്ഥികൾ ഈ ACCA എക്സാം വിജയകരമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു 50% വിദ്യാർത്ഥികളെങ്കിലും ഈ ACCയുടെ എക്സാം വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ കേരളത്തിൽ പ്രവർത്തിക്കാനും പരസ്യം ചെയ്യാനുള്ള അനുവാദം നൽകാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ വലിയ രീതിയിൽ നമ്മുടെ ഈ വരും തലമുറ വലിയൊരു അരക്ഷിതാവസ്ഥയിലേക്ക് പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനൊക്കെ നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് വലിയ ഒരു അഴിച്ചുപണി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇതിപ്പോൾ 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിപ്പിക്കുന്ന പോലെ അല്ല ഇത്. ഇതെന്ന് പറഞ്ഞാൽ ACCA, അതായത് USCMA എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആളുകൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണ് എന്ന്. പക്ഷേ ഇതൊന്നും അത്ര വലിയ സംഭവങ്ങളല്ല.
ഇത് ഒരു അക്രഡിറ്റേഷൻ ബോഡിയുടെ എക്സാം എഴുതി പാസ്സാവണം. അതായത് എത്രത്തോളം ഓഡിറ്റിങ്ങിൽ ഒരു അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ശേഷി ഉണ്ടോ ഇല്ലയോ എന്നതിന് വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന ഒരു എക്സാം മാത്രമാണ് ACCA എക്സാം എന്ന് പറയുന്നത്. ആ ഒരു ACCA എക്സാമിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ ഒരുക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, അവർക്കൊരു ധാരണ ഉണ്ടാവണം. ഇതിന്റെ വിജയ ശതമാനം തന്നെ ആയിരിക്കണം ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് വലിയ രീതിയിൽ ഞാൻ ചോദിച്ചോളട്ടെ, ഇത്രയും വലിയ രീതിയിൽ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയുള്ളത്? ഇതിന് മാത്രം ഓപ്പർച്യൂണിറ്റി ഗ്ലോബലി നമ്മുടെ ഈ ACCA എന്ന് പറയുന്ന കോഴ്സ് പാസ്സാകുന്ന ആളുകൾക്കുണ്ടോ? അല്ലെങ്കിൽ എത്ര പേര് ഈ പറയുന്ന രീതിയിൽ മികച്ച ശമ്പളത്തിന് എത്ര MNCകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ ആളുകൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് ഈ കോഴ്സ് പഠിക്കാൻ പോകുന്നവർ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് വെച്ചാൽ, ACCA-കാരൻ ഒരിക്കലും ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ല. ACCA-കാരൻ എന്ന് പറഞ്ഞാൽ അവൻ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി സാധിക്കും. പക്ഷേ അത് ഇന്ത്യയിൽ വാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ ഒരു CA-കാരൻ്റെ സൈൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് വാലിഡ് ആകത്തുള്ളൂ. അപ്പോൾ വലിയ ഡിഫറൻസ് ഉണ്ട് ഈ CAയും ACCയും തമ്മിൽ. അപ്പോൾ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കൃത്യമായ ധാരണയോട് കൂടിയിട്ട് വേണം ഓരോ വിദ്യാർത്ഥികളും പോകാനായിട്ട്. പരസ്യങ്ങൾ ഇഷ്ടം പോലെ വരും. ഈ പരസ്യം കണ്ടിട്ട് നമ്മുടെ മാതാപിതാക്കന്മാർ വിദ്യാർത്ഥികളുടെ അഭിരുചിയൊന്നും നോക്കാതെ അവരെ കൊണ്ട് ഈ കോഴ്സിലേക്ക് ചേർക്കും. 3.5 ലക്ഷം എന്ന് പറയുന്നത് പരിശീലന ഫീസാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്ന ഫീസുകളുണ്ട്. ഈ രജിസ്ട്രേഷൻ ഫീസ്, സബ്സ്ക്രിപ്ഷൻ ഫീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫീസുകൾ ഇതിനകത്ത് വേറെ വരുന്നുണ്ട്. ആദ്യത്തെ എഴുത്തിൽ തന്നെ എല്ലാ പേപ്പറുകളും കിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന BTechന് ഒരു സപ്ലി വരുന്ന പോലെയല്ല. ഇതിനൊക്കെ വലിയ കോസ്റ്റ്ലിയാണ് ഈ സംഭവം. അപ്പോൾ അതിനനുസരിച്ചിട്ട് അഭിരുചിയില്ലാത്ത വിദ്യാർത്ഥികളെ ദൈവത്തെ ഓർത്ത് ഈ പരസ്യം കണ്ടുകൊണ്ട് 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റാകുമെന്ന് കരുതിക്കൊണ്ട് ഈ പരസ്യം നൽകുന്നത്, അത് മഹാനടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആര് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ കൊണ്ടുപോയി ചേർത്തതിന് ശേഷം 21ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ട് 22ാമത്തെ വയസ്സിൽ 23ാമത്തെ വയസ്സിൽ 24 വയസ്സ് കഴിഞ്ഞിട്ടുമൊക്കെ ജോലി കിട്ടാതായി വരുമ്പോഴത്തേക്ക് ജീവിതം സെറ്റാവുകയായിരിക്കില്ല. മിക്കവാറും വട്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊരു അപേക്ഷ മാത്രമേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൂ.